ഇതുപോലെ ജനങ്ങളെ വഞ്ചിക്കാൻ നാണമില്ലേ സർക്കാരെ? പുതിയൊരു എക്സാമും കൂടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായി ഗോദി മീഡിയയോടും സെൻട്രൽ ഗവൺമെന്റിനോടും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. നീറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്, CBSE കോൺട്രവേഴ്സി, SSC കോൺട്രവേഴ്സി, ഇങ്ങനെയുള്ള പല കോൺട്രവേഴ്സീസും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോദി മീഡിയ ചർച്ച ചെയ്തിട്ടുള്ളത് മെലഡിയെ കുറിച്ചാണ്. എന്നാൽ അവരിപ്പോൾ ചർച്ചയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇനിയുള്ള നീറ്റിന്റെ റീ എക്സാം നടത്താൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണെന്ന്. അപ്പോൾ ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഗോദി മീഡിയയിലെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു അല്പം കമ്മിറ്റ്മെന്റ്, 100% കമ്മിറ്റ്മെന്റ് ഒന്നും കാണിക്കണമെന്നില്ല, ഒരു 10% കമ്മിറ്റ്മെന്റ് എങ്കിലും ചെയ്യുന്ന ജോലിയോട് നിങ്ങൾക്ക് കാണിച്ചൂടെ? എങ്ങനെ കാണിക്കാനാണല്ലേ? അവർ 100% കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. അവർ വാങ്ങിച്ച പണത്തിനുള്ള കമ്മിറ്റ്മെന്റ് കൃത്യമായി 100% തന്നെ അവർ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ അന്ധഭക്തന്മാരുണ്ട്, ഗോദി മീഡിയാസ് ഉണ്ട്. ഇതൊക്കെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഗ്ലോറിഫൈ ചെയ്യേണ്ടതാണോ? ഒരിക്കലുമല്ല. കാരണം ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ, അതായത് ആംഡ് ഫോഴ്സിന്റെ ഹെൽപ്പ് വേണം. ഹെൽപ്പിനെ തേടിയിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള, അതായത് നമ്മുടെ വിശ്വഗുരു എന്ന് പറയുന്ന അവരുടെ സർക്കാരിന് ഒരു എക്സാം പോലും കൃത്യമായ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് ആംഡ് ഫോഴ്സിന്റെ സഹായം വേണമെന്ന് പറയുമ്പോൾ എവിടെ എത്തി കാര്യങ്ങൾ? ഇതുപോലുള്ള ഒരു കാര്യത്തെയാണ് ഇവർ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സെൻട്രൽ ഗവൺമെന്റിനോട്, നിങ്ങൾ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തിയിട്ട് അതിനുള്ള സൊല്യൂഷൻ തന്നെയാണോ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? ഒരിക്കലുമല്ല. നമുക്ക് ഈ എയർഫോഴ്സിന്റെ കാര്യം നോക്കാം. അതായത് എയർഫോഴ്സിന്റെ കാര്യം, ഇന്ത്യൻ എയർഫോഴ്സ് വിൽ ടൂക്ക് ഇൻ ടു നീറ്റ് റീ എക്സാം. ഏകദേശം 1000 കോടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഇതിന്റെ ഒരു, അതായത് ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്, ആർമി പിക്സ് അപ്പ് ദ നീറ്റ് എക്സാം പേപ്പർ ഫ്രം ദ പ്രിന്റിംഗ് സെന്റർ. പ്രിന്റിംഗ് സെന്റേഴ്സിൽ എന്ത് ചെയ്യും? ആർമി എന്ത് ചെയ്യും? ഈ നീറ്റ് എക്സാം പേപ്പേഴ്സ് എന്ത് ചെയ്യും? പിക്ക് ചെയ്യും. അതിനുശേഷം ആർമി ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾസിൽ എന്ത് ചെയ്യും? ഇത് നിയറസ്റ്റ് എയർബേസിലേക്ക് എത്തിക്കും. അതിനുശേഷം ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് ചെയ്യും? ഈ ഫയൽസ് ഒക്കെ, അതായത് ഈ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കും എന്നാണ് പറഞ്ഞത്. ഇത് ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ CBI അന്വേഷണത്തിൽ CBI പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പേപ്പർ ലീക്ക് ആയിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തല്ല. അതായത് ഇതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നോക്കുന്നത്. പക്ഷേ CBIയുടെ ഇൻവെസ്റ്റിഗേഷനിലെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ലീക്കിംഗ് നടന്നിട്ടുള്ളത് അറ്റ് സോഴ്സ് ആണ്, സോഴ്സിൽ നിന്നാണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ് ഇത് ലീക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലെത്തി, അതായത് സെന്റേഴ്സിൽ എത്തിയതിനു ശേഷമല്ല ഇത് ലീക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ലീക്ക് നടന്നിട്ടുള്ള അറ്റ് സോഴ്സ് ആണ്.